ഏതെങ്കിലും എം എൽ എ സർക്കാരിനെ ന്യായീകരിക്കാൻ ഇന്ന് ചർച്ചകൾക്കുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് എം എൽ എ സർക്കാരിനെ ന്യായീകരിക്കാൻ ഇന്ന് ചർച്ചകൾക്കുണ്ടോ? ജനീഷ് ചോദിച്ച കേട്ടല്ലോ. ജനീഷിനെ ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ കണ്ടുകൊണ്ടായിരിക്കും റെജിൻ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള റജി ചെറിയാൻ്റെ അവസ്ഥയോ? അദ്ദേഹവും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് പോട്ടെ, അത് മാത്രമല്ല. അപ്പോൾ ഇത് ഈ കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന്, വിമർശനങ്ങളിൽ നിന്ന് തിരുത്താൻ, കറക്റ്റ് ചെയ്യാൻ സർക്കാർ സന്നദ്ധമാവേണ്ടേ? അതിനുള്ളൊരു താല്പര്യമില്ലായ്മയുമുണ്ട് എന്ന പ്രശ്നം ഇതിനകത്ത് വിമർശനപരമായി ഉയരുന്നുണ്ട്. റജിൻ കേട്ടല്ലോ മറുപടി. നോക്കൂ ശരത്തെ, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ എനിക്കറിയാം. കോന്നിയിലെ MLA ജിനീഷ് കുമാർ 2ാമത്തെ തവണയാണ് അവിടെ MLA ആയിട്ട് വരുന്നത്. അദ്ദേഹമൊക്കെ ഈ പറയുന്ന MLA ആയിട്ടിരുന്നുകൊണ്ട് സത്യത്തിൽ ഒരു സർക്കാരിനെ വിമർശിക്കുന്ന രീതി കാണുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ ആ പദവിയിൽ നിന്നും അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നലുണ്ടായത്. കാരണം നമുക്കെല്ലാം അറിയാം, ദുരന്തമുഖത്ത് നിൽക്കുന്നവരാണ് എല്ലാവരും. കോന്നിയെ സംബന്ധിച്ച് അവിടെ ഉരുൾപൊട്ടലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ദുരന്തമുഖം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ പത്തനംതിട്ടയിലും റാന്നിയിലും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ അതിനേക്കാൾ വലിയ രീതിയിലുള്ള ആളുകൾ ഈ പറയുന്ന ക്യാമ്പിലേക്കൊക്കെ പോവുകയാണ്. അവിടെ ഒരു ദുഷ്ടാക്കളോട് കൂടി ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ക്യാമ്പുകളിലൊന്നും എടുത്തു പറയാവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ ക്യാമ്പുകളൊക്കെ ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ, നിങ്ങൾ ഈ പറയുന്ന രീതി, ഞാനിപ്പം ഈ കൈരളി ചാനലിന്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന അതിശയത്തോടു കൂടിയാണ് ഞാൻ അത് കേട്ടുകൊണ്ടിരുന്നത്. കാരണം മറ്റു ഒരു ചാനലുകൾ, ഒരു മീഡിയാസും ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് വാർത്തകളൊന്നും ഒരു കാർഡ് രൂപത്തിൽ പോലും ഇന്നത്തെ ദിവസം ഈ പറയുന്ന ഒരു ചാനലിന്റെ പ്ലാറ്റ്ഫോമിലും കാണുന്നില്ല. പക്ഷെ അവിടെയും ഈ പറയുന്ന ദുരന്തമുഖത്ത് നിൽക്കുന്നവരെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലെങ്കിൽ സർക്കാരിന്റെ കുറെ വീഴ്ചകളുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി കാണിക്കുന്ന ഒരു രീതി, അത് സത്യം പറയാൻ ശരിയല്ല. 2018-ലും 2019-ലും ഒക്കെ പ്രളയം ഉണ്ടായി. ആ പ്രളയം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച, വാർ റൂമായിട്ട് പ്രവർത്തിച്ച ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ സംവിധാനത്തിലൊക്കെ ഞങ്ങളൊക്കെ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായിട്ട് നിൽക്കുമ്പോൾ തന്നെ സർക്കാരിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ, അല്ല സർക്കാരിനെ പഴികേൽപ്പിക്കുവാൻ, അല്ലെ പഴിവാരി അറിയിക്കാനോ, അവിടുത്തെ ന്യൂനതകൾ പറഞ്ഞ്, അല്ലെ അവിടെ കറണ്ട് ഇല്ല, അല്ലെ അവിടെ ജനറേറ്റർ ഇല്ല, അവിടെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കേൾപ്പിക്കുവാനോ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ട് നിങ്ങൾ സർക്കാരിനെതിരെ പറയണം എന്ന് പറയിപ്പിക്കുകയല്ല ഞങ്ങളാരും ചെയ്തത്. അന്നത്തെ സർക്കാർ, ഏത് സർക്കാരായാലും ആ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളെ പോലുള്ളവരെ ഇപ്പൊ അതിശയിപ്പിക്കുകയാണ്. ശരിയാണ്, നിങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ദുഷ്ലാക്കോട് കൂടിയാണ് ഈ പറയുന്ന രീതിയിലേക്ക് ദുരന്തമുഖത്തേക്ക് സാധാരണക്കാരോട് കാണിക്കുന്ന അങ്ങേയറ്റം ഒരു കാരുണ കാണിച്ചില്ലെങ്കിലും അവരെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു ദുരന്ത ബാധിതർക്ക് പരാതിയില്ല. ചോദ്യം താങ്കളോടാണ്. ദുരന്ത ബാധിതർക്ക് നിങ്ങൾ മാധ്യമ വിമർശനത്തിന് മാത്രമാണ് സമയം കണ്ടെത്തിയത്. താങ്കളുടെ അവസരം തന്നെ താങ്കൾ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ ഒന്നും അവരുടെ അനുഭവങ്ങളും പരാതികളും പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ താങ്കളുടെ വാദം. കൈരളി അതേതോ താല്പര്യത്തോടുകൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞത് രണ്ടാമത്തെ വാദം. മറ്റു മാധ്യമങ്ങളിൽ ഒരു കാർഡ് പോലും പോയിട്ടില്ല. ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വേണമെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരാം. മറ്റൊരു മാധ്യമത്തിൻ്റെ കാർഡാണ്. നേരത്തെ രതീഷ് ചക്രപാണി ഇവിടെ അത് പറയുകയും ചെയ്തു. ഭക്ഷണം ചോദിച്ചപ്പോൾ 5-ാം തീയതി ഓഗസ്റ്റിൻ്റെ കാർഡാണ്. ഭക്ഷണം ചോദിച്ചപ്പോൾ വീട്ടിലൊന്നും വെക്കാതെയാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചു. വെള്ളക്കെട്ട് വന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത് കേൾക്കേണ്ട കാര്യമില്ല. ദുരിതം പറഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ. ഞാനൊരു സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. ഇത് മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ വന്നതാണ്. പറഞ്ഞോളൂ. അല്ലല്ല, ഒരു അങ്ങേപോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തനം ഇത്ര വില കുറഞ്ഞ രീതിയിലേക്ക് ചർച്ചയെ കൊണ്ട് എത്തിക്കുന്നത്. നമ്മൾ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ശരത്തെ. ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളാരും ഈ മനുഷ്യരെ കാണാത്ത ദുരന്തമുഖത്ത് നിൽക്കാത്തവരൊന്നും അല്ല. ഞങ്ങള് അങ്ങനെ നിൽക്കുന്നവരും അല്ല. നിങ്ങൾ തിരക്കി നോക്കിയാൽ മതി അങ്ങനെയാണോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ ആൾക്കാരോട് പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ റവന്യൂ വകുപ്പ്, ആ സിസ്റ്റത്തിന്റെ പോരായ്മകളാണ് ചൂണ്ടിക്കാട്ടിയത്. റെജിനെ വ്യക്തിപരമായി പറഞ്ഞതല്ല. ഉണർന്ന് പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ. ഉണർന്ന് പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനം. അങ്ങനെ ചെയ്യുമ്പോൾ ഉയരുന്ന വിമർശനങ്ങളെ ഉൾക്കൊള്ളണം, തിരുത്തി കൊടുക്കണം. ചെയ്യുന്നില്ല. അതെന്താ മനസ്സിലാക്കാതെ?
സർ ചെയ്ത ചെയ്യാത്തത്? കാര്യങ്ങൾക്കൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം ഇന്ന പിശകുകൾ ഉണ്ട് എന്ന് അവർ പറയുമ്പോൾ തിരുത്തണം. ബഹുമാനപ്പെട്ട MLA കോന്നി MLA ജിനീഷ് കുമാർ ഈ പറയുന്ന മുഖ്യമന്ത്രി വന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് അവിടെ പോയില്ല എന്നുള്ളത് അദ്ദേഹം വിളിച്ചില്ലെന്നേ, വിളിച്ചില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ റെജിൻ എങ്ങനെയാണ്? താങ്കൾ പറഞ്ഞാൽ പെശകുണ്ട്, താങ്കൾ പറഞ്ഞാൽ പെശകുണ്ട്, 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 പെശകുണ്ട്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് MLA മാരെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ MLA അങ്ങോട്ട് വരണ്ടെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. റെജിൻ എന്താണ് പറഞ്ഞത്? ജനീഷ് കുമാർ സഹകരിച്ചില്ല എന്ന്. അത് തന്നെ തെറ്റല്ലേ? തിരുത്തേണ്ട വാദമാണ് താങ്കൾ പറഞ്ഞത്. സഹകരിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. റെജിൻ പറഞ്ഞു അദ്ദേഹം അവിടെ പോയി അവിടെ പങ്കെടുക്കാത്തതിന്റെ വിഷമം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പങ്കെടുക്കാത്തല്ല, വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. കോന്നിയിൽ മുഖ്യമന്ത്രി ചെന്നില്ല, കോന്നി വഴി മുഖ്യമന്ത്രി പോയി. മുഖ്യമന്ത്രി കാണാതിരിക്കുകയോ ഒരിക്കലും MLA വിളിച്ചിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സ്ഥലത്തെ? എന്താണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ദുരന്ത മുഖത്തേക്ക് ഒരു മുഖ്യമന്ത്രി ചെല്ലുകയാണ്, കടന്നു ചെല്ലുകയാണ്. അവിടുത്തെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് പല ആരോപണങ്ങളും വന്നു. പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ അതിന് കൊടുക്കുന്നൊരു രീതിയുടെ പ്രശ്നമാണ്. നിങ്ങളത് DCC ഓഫീസിലെ സ്വീകരണ പരിപാടി പോലെയല്ല മുഖ്യമന്ത്രിയുടെ ഇത്തരം അവലോകനങ്ങൾ നടക്കേണ്ടത്. അത് ശരിയായ അവലോകനം നടക്കണം. ജില്ലാ കളക്ടർ പോലും വെളിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടോ ഇത് വല്ലതും? നിങ്ങൾക്കറിയുമോ? പത്തനംതിട്ട ജില്ലാ കളക്ടർ മാറി നിൽക്കുകയാണ് കോൺഗ്രസ്സുകാരുടെ തള്ളുകാരണം. അല്ലാതെ അവിടെ സ്വീകരണം ഒരുക്കുകയല്ല ചെയ്തത്. അവിടെ ഒരു സ്വീകരണം ഒരുക്കിയിട്ടില്ല. ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. നിങ്ങൾ അതുപോലെ പുനലൂർ എന്താ കണ്ടതെന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ആശുപത്രിക്കകത്ത് കയറി സ്വീകരണം. കടക്കുപുറത്തെന്ന് പറയാത്ത മുഖ്യമന്ത്രി ഉണ്ടാവും. അദ്ദേഹം വരുമ്പോൾ ജനങ്ങൾ അടുത്തോട്ട് ചെല്ലും. കടക്കുപുറത്ത് ജനങ്ങളല്ലെന്നേ, കോൺഗ്രസ് നേതാക്കൾ വളഞ്ഞു പൊതിഞ്ഞു പിടിച്ച് ശരിയായ അവലോകനം നഷ്ടപ്പെടുത്തി. പ്രവർത്തനം പോവാം. വീട്ടിൽ പോയി ചോദിക്കുന്ന പറയുന്ന മുഖ്യമന്ത്രി അല്ലെന്നേ. അതുകൊണ്ട് ആൾക്കാർ ചെല്ലുന്ന അടുത്തേക്ക്. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. ചെയ്യാതിരുന്ന ഈ വിമർശനം കേൾക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ജനീഷ് ചോദിച്ച പോലെ ഏതെങ്കിലും MLA സർക്കാരിനെ ന്യായീകരിക്കാൻ ഇന്ന് ചർച്ചകൾക്കുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് MLA സർക്കാരിനെ ന്യായീകരിക്കാൻ ഇന്ന് ചർച്ചകൾക്കുണ്ടോ? ജനീഷ് ചോദിച്ച കേട്ടല്ലോ. എല്ലാ കോൺഗ്രസിന്റെ എല്ലാ കോൺഗ്രസിന്റെ MLA-മാരും അവരുമായി ബന്ധപ്പെട്ട നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ ചർച്ചയിൽ പങ്കെടുക്കാൻ